അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് ബ്രാക്കറ്റിൽ അതിൻ്റെ ശരിയായ ഉത്തരവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണോ യോജിച്ചത് അതിന് നേരെ ആ ഒരു ബ്രാക്കറ്റിലുള്ളത് എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഉഹുദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ. ഉഹുദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. അസുവത്ത്, മുനാഫിഖുകൾ 15, ഹിജ്ർ, ഖൽബ്, മടിക്കരുത് 5. അപ്പോൾ ഉഹുദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ എത്രയാണ്? 15 അപ്പോൾ അവിടെ 15 എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, തഖ്വ നിലകൊള്ളുന്ന സ്ഥലമാണ് ഖൽബ്. അപ്പോൾ ഖൽബ് എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധം അസുവത്ത്. അപ്പം നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധം ഏതാണ്? അസുവത്താണ്. നാലാമത്തേത്, പശ്ചാത്തപിക്കാൻ എന്താക്കരുത്? മടിക്കരുത്. പശ്ചാത്തപിക്കാൻ മടിക്കരുത്. 5, ഉഹുദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേർ മുനാഫിഖുകൾ. അപ്പോൾ ഉഹുദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേർ ആരാണ്? മുനാഫിഖുകളാണ്. ആറാമത്തത്, സമൂദുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ഹിജ്ർ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ഹിജ്റ വർഷവും മാസവും എഴുതുക എന്നുള്ളതാണ്. അവിടെ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്, അതിൽ വർഷവും മാസവും എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഖൈബർ യുദ്ധം. ഖൈബർ യുദ്ധം നടന്ന വർഷം ഏതാണ്? ഹിജ്റ 7, മാസം മുഹറം. രണ്ടാമത്തത്, ഉഹുദ് യുദ്ധം. ഉഹുദ് യുദ്ധം നടന്ന വർഷം ഏതാണ്? ഹിജ്റ 3, മാസം ഷവ്വാൽ. 3, മക്ക വിജയം. മക്ക വിജയം വർഷം എപ്പോഴാണ്? ഹിജ്റ 8, മാസം റമദാൻ. നാലാമത്തത്, പ്രതിരോധത്തിനുള്ള അനുവാദം. ഹിജ്റ 2 വർഷമാണ്, മാസം സ്വഫർ. അവസാനത്തെ ഒരു ചോദ്യം 5, ഹജ്ജത്തുൽ വിദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത് ഹിജ്റ 10, ഏത് മാസമായിരുന്നു? ദുൽഖഅദ് മാസമായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷവും മാസവും ഒക്കെ എല്ലാവരും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അവിടെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ? ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ? ഉത്തരം, പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും. അപ്പം പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നമ്മൾ കാണണം. 2, മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എപ്പോഴാണ് മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത്? ഉത്തരം, ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോൾ. ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോൾ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് എന്ത്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് എന്ത്? ഉത്തരം, എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യം സംരക്ഷണവും. എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവുമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. ഇനി നാലാമത്തത്, ജബലു റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ? ജബലു റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരാണ്? അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ. അമ്പെയ്ത്തിൽ വിദഗ്ധരായിട്ടുള്ള 50 പേരെയാണ് ജബലുർ റുമാത്തിൽ എന്താക്കിയത്? വിന്യസിച്ചത്. ഇനി
അഞ്ചാമത്തത് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം വെള്ള വസ്ത്രം, തലപ്പാവ്, കമീസ്. ഇതാണ് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ. ആറാമത്തത് മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്ക് ദൂരം എത്ര? മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്രയാണ്? 50 മൈൽ. 50 മൈലാണ്. ഇനി നാലാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഒന്നാമത്തത് കൽബിൻ്റെ അസുഖങ്ങളിൽ പെട്ടതാണ് പരദൂഷണം, കോപം, ഏഷണി. ഏതാണ് ശരി? കോപം എന്നുള്ളതാണ്. അപ്പോൾ കോപം എന്നുള്ളതിന് ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് ഹന്തക്കിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം 1000, 2000, 3000. എത്രയാണ്? 3000 ശരി. അതിന് ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് വൻ പാപങ്ങളിൽ പെട്ടത് ദേഷ്യപ്പെടൽ, വ്യഭിചാരം, ചീത്ത സ്വഭാവം. വ്യഭിചാരമാണ് വൻ പാപങ്ങളിൽ പെട്ടത്. 4 മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഉഹദ്, ഖന്തഖ്, ഖൈബർ. ഏതാണ്? ഖൈബറാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും. അഞ്ചാമത്തെ എന്താണ്? മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും ഭയം കൊണ്ട്, പരദൂഷണം കൊണ്ട്, പൊങ്ങച്ചം കൊണ്ട്. ഏതാണ് ശരി? ഭയം കൊണ്ട് എന്നുള്ളതാണ്. അതിന് ശരി അടയാളപ്പെടുത്തുക. ആറാമത്തത് ഉഹദിൽ പതാക വഹിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആരാണ്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരി. അതിന് ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം ലഅല്ലി ഡേഷ് ഹാദ. അപ്പോൾ അവിടെ ലഅല്ലി അൽഖാകും ബഅദ ആമി ഹാദ എന്ന് വരും. രണ്ടാമത്തത് വഖുൽ ജാഅ ഡേഷ് കാന സഹൂഖ. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖ. 3 വനാഫിഖുൽ കീരി ഡേഷ് വ ഇമ്മ അൻ ഡേഷ് ഖബീസതൻ. വനാഫിഖുൽ കീരി ഇമ്മ അൻ യഹ്രിഖ സിയാബക വ ഇമ്മ അൻ നജിദ മിൻഹു റീഹൻ ഖബീസതൻ എന്ന് വരും. നാലാമത്തത് യാ മഅശറ ഡേഷ് ഇലാ റസൂലില്ലാഹി. യാ മഅശറൽ മുഹാജിരീന വൽ അൻസ്വാരി ഹലുമു ഇലാ റസൂലില്ലാഹ് എന്ന് വരും. ആറാമത്തെ പ്രവർത്തനം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കുക. ഉത്തരം ദുഷിച്ച വിചാരം, വിശ്വാസം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കൽ. ഇതിനാണ് എന്ത് പറയുക? തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുക. രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ബനു ഖൈനുഖാ, ബനു ഖുറൈദ, ബനു നളീർ. അപ്പോൾ ഈ ഗോത്രങ്ങളാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന് കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യം കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട്? ഉത്തരം അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളത് കൊണ്ട്. അപ്പോൾ അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളത് കൊണ്ടാണ് കേട്ടതെല്ലാം പറയരുത് എന്ന് പറഞ്ഞത്. നാലാമത്തത് ആരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്? ഉത്തരം അബൂ ജഹൽ പോലെയുള്ള ശത്രുക്കളുടെ. ഇനി ഏഴാമത്തെ പ്രവർത്തനം സാരം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. മൂന്നാമത്തത് അത്തഖ്വ ഹാഹുന. ഇവിടെയാണ് തഖ്വ. 4 ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. റൂഹ് തൊണ്ടക്കുടിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.